ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷമാണ്. നല്ലൊരു ദിവസം തന്നെയായിരുന്നു. ഒരു ബിസി, എന്താ പറയുക, ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു ഇന്നും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തോമൂന് ഇന്ന് തൊട്ട് ബബിൾസിലേക്ക് വിട്ടു തുടങ്ങി. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. പൂച്ചട്ടിയിൽ നിന്ന് എരവിമംഗലത്തേക്ക് പോകുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ബബിൾസ്. അപ്പോൾ അവിടേക്ക് ഇന്ന് ഡിവൈൻ തോമൂനെയും കൊണ്ടുപോയി. തോമൂന്ന് എണീക്കാൻ ലേറ്റായിട്ടോ, എന്നാലും തോമുവിനെ കൊണ്ടുപോയി. ഇന്നത്തെ മെയിൻ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്. പിന്നെ നമ്മളുടെ പാച്ചുവിനെയും കൊണ്ട് ഡിമ്പിള് ഞാൻ പറഞ്ഞില്ലേ, ക്രമേണ പറയും കുട്ടീന്ന്. അങ്ങനെ അവർ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ചൊരു ഔട്ടിങ്ങിന് പോയി. പിന്നെ നമ്മുടെ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മുടെ ചാക്കോച്ചൻ്റെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പനിയൊക്കെ കംപ്ലീറ്റ് മാറി. അവൻ ഭയങ്കര ഉഷാറായിട്ടാവും. അപ്പോൾ രാവിലെ എണീറ്റ് ഡോൺ ഇന്ന് നല്ലോണം നേരത്തെ പോയി. അവനിന്ന് രാവിലെ തന്നെ പോകണമെന്ന് പറഞ്ഞ് പോയി. നമ്മുടെ ചേച്ചി വന്ന് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ദേ നോക്കി തുടങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റിട്ട് ഇന്നലെ രാത്രി കുറേ ലേറ്റായി കിടന്നുറങ്ങാനായിട്ട്. ഞങ്ങൾ ഓരോ വിശേഷങ്ങൾ പറയലും ഷൂട്ട് ചെയ്യലും. ഇപ്പോൾ നിങ്ങളിന്ന് സിൽക്ക് കേന്ദ്രയിൽ പോയ രണ്ടാളുടെയും കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ രാത്രി ഒന്നിച്ച് ഇരുന്ന് ഷൂട്ട് ചെയ്ത് എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ശരിക്കും നല്ലോണം ലേറ്റായിട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ അപ്പോൾ ഞാൻ പൂരിന് ഉണ്ടാക്കിയത്. പൂരിക്ക് വേഗം എളുപ്പത്തിന് പരിപ്പ് കറി ഉണ്ടാക്കി. അപ്പോൾ പരിപ്പ് കറി ഇവിടെ മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡിമ്പിളിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉച്ചയിലത്തെ ഊണും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തെങ്കിലും ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടോ. അവിടെ നിന്ന് ഡിവൈനും മോനും വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഡാഡിയാണ് അവരെ കൊണ്ടുവന്നാക്കിയത് കേട്ടോ. അങ്ങനെ തിരിച്ച് അവർ വന്നു. വരണോട് കൂടിയിട്ട് ഡിവൈൻ ചോയ്സിൽ പർച്ചേസിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഇവനെ കൊണ്ടുവന്നാക്കിയിട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കണമല്ലോ. അപ്പോൾ അവൻ പതുക്കെ ഇരുത്തിയിട്ട് അവിടെ നിന്നൊന്ന് മാറി നിന്നതാണ്. പോയിട്ട് വരുമ്പോഴേ വാച്ച് കൊണ്ടുവന്നു 2 പേർക്കും. എൻ്റെ പൊന്നെ, അത് കെട്ടിയപ്പോൾ തൊട്ട് വാച്ചുമ്മയുള്ള കളിയാണ് അവൻ്റെ കേട്ടോ. അവർ ഭയങ്കര സ്വതവേ അവന് ഇഷ്ടമാണല്ലോ ഫോണും വാച്ചും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ അപ്പോൾ ഡിവൈൻ പറഞ്ഞു ചോയ്സിൽ നല്ലോണം സാധനങ്ങളുണ്ട്, ഷൂസൊക്കെ ഉണ്ട്, ഒന്ന് പോയി നോക്ക് ഡിംപ്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ചട്ടി സെൻറ്ററിൽ നിന്ന് നടത്തിറക്കി വരുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ പുതിയ ഒരു സൂപ്പർ മാർക്കറ്റാണ്. പുതിയത് തന്നെ ഇപ്പോൾ 1-2 വർഷമൊക്കെ ആയിട്ട് കേട്ടോ. അവിടെ എല്ലാം അപ്പം ഞാൻ അങ്ങനെ അധികം കയറിയിട്ടില്ല. ഞാൻ ജസ്റ്റ് കയറി എന്തെങ്കിലും വാങ്ങിക്കാൻ ഇറങ്ങുക, അങ്ങനെ 1-2 വട്ടം പോയിട്ടുള്ളൂ. അപ്പോൾ ഇതേ പാച്ചൊരു പുതിയ ഷൂ എടുത്തതാണ് കേട്ടോ. അവിടെ നിന്ന് ഇഷ്ടം പോലെയുണ്ട്, കുഞ്ഞ് സൈസ് തൊട്ട് ഏറ്റവും വലിയ സൈസ് വരെയുള്ള സാധനങ്ങൾ. അതുപോലെ നല്ല വെറൈറ്റി ചെരുപ്പുകളുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് മൊത്തം ഒന്ന് നോക്കി. അങ്ങനെ ഇതേ താഴേക്ക്, അത് മുകളിലായിരുന്നു കേട്ടോ. താഴേക്ക് വന്നപ്പോൾ എല്ലാ തരം സാധനങ്ങളും ഉണ്ട് കേട്ടോ. ബിസ്ക്കറ്റ്സ് ആയാലും മറ്റേ സ്നാക്സ് ഐറ്റംസ് ആയാലും സോസ് ആയാലും എല്ലാതും, കോക്കനട്ട് പൗഡർ. അപ്പോൾ ഞാൻ അവിടുത്തെ അവരോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സാധനം അടുത്ത സ്റ്റോക്കിൽ കൊണ്ട് വെക്കുത്രേ. അങ്ങനെ ഫുൾ A to Z സാധനങ്ങളുണ്ട്. ഞാൻ സത്യത്തിൽ ഇത്രയധികം സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ ഇന്നാണ് കേട്ടോ അറിഞ്ഞത്. എല്ലാതും ഉണ്ട്. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ സെൻട്രൽ തന്നെയാണ്, ഒട്ടും ദൂരമില്ല. അപ്പം അങ്ങനെ ഞങ്ങളിതേ യാത്ര തുടർന്നു. അപ്പോൾ പാച്ചുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ വാച്ച് കെട്ട് ഗമയിൽ ഭയങ്കര ഗമയാട്ടോ മൂപ്പർക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുവിൻ്റെ കയ്യുമ്മലത്തെ വള ഒന്ന് ഇങ്ങനെ വല്ലാണ്ട് ഇളങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഡിമ്പിളുടെ മേത്തായാലും അവൻ്റെ മേത്തായാലും കോർണുണ്ട്. അപ്പോൾ വെയിൽ കാണുന്നതിന് തലയിൽ കൈ വയ്ക്കുന്നതാണ് കേട്ടോ മൂപ്പര്. അപ്പോൾ ഞങ്ങളിതേ കോനിക്കരയിൽ കയറി അവൻ്റെ വളയൊന്ന് മാറ്റിയെടുത്തു. അപ്പോൾ അവൻ്റെ വള ആദ്യമായിട്ടാണ് കേട്ടോ അത് ഒന്ന് മാറ്റിയെടുക്കണത്. അപ്പോൾ അത് വല്ലാണ്ട് ഇങ്ങനെ ഞളങ്ങി തുടങ്ങി, ഉള്ളിലുള്ള സംഭവം ഇങ്ങനെ പൊട്ടിയപ്പോൾ ഞളങ്ങി തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് തന്നെ മൂപ്പര് നല്ലോണം ഉറങ്ങി, കയറുമ്പോൾ തന്നെ ഉറങ്ങി. അതുകൊണ്ട് അവനൊന്നും അറിഞ്ഞില്ല, ഞങ്ങളും അറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ വള വെട്ടാൻ നോക്കിയപ്പോൾ അവൻ വാച്ചാണ് ഊരണേന്ന് വെച്ചിട്ട് ഒന്ന് കൈ വലിച്ചു, ഒന്ന് കരഞ്ഞു. അപ്പോൾ അല്ല, വാച്ച് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. അങ്ങനെ തന്നെ ഞങ്ങൾ ലത്തിമ്പള്ളിയിൽ ഇന്ന് ചെല്ലുമ്പോഴേക്കും 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓഫീസ് മുടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെയല്ലേ ചൊവ്വാഴ്ച, നമുക്ക് ചൊവ്വാഴ്ച പോയിട്ട് ബാക്കി കാര്യങ്ങളും വഴിപാടുകളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കടയിൽ കയറി. അപ്പോൾ ഷൂ അവിടെ വൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വൈറ്റ് ഷൂ നേരെ നോക്കിയപ്പോൾ നമ്മുടെ ആലപ്പാട്ട് ഏജൻസി ഉണ്ടല്ലോ, നമ്മൾ സ്ഥിരം സാധനങ്ങൾ വാങ്ങിക്കുന്ന മറ്റേ കടല മിഠായിയൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ അവിടുത്തെ. നിങ്ങളിപ്പോൾ എല്ലാ പ്രാവശ്യവും ഓരോ കുപ്പി വാങ്ങിക്കും അവിടെ, നല്ല രസം. പിന്നെ അതുപോലെ മറ്റേ പെപ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ മറ്റേ ജ്യൂസുകളും
അവിടെ നിന്ന് സ്ഥിരം വാങ്ങിക്കാം കേട്ടോ. മെഴുകുതിരി, എൻ്റെ മെഴുകുതിരിയുടെ കടയാണ് മെയിനായിട്ട് ലത്തീമ്പള്ളിയുടെ അവിടെയാണത്. ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങാണ് ആലപ്പാട്ട് ഏജൻസീസ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്ത് ഷൂവിൻ്റെ കടയിൽ വെള്ളയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തൽക്കാലം ഡിമ്പിളും മോനും വണ്ടിയിലിരുന്ന് ഉറങ്ങലെ കൊണ്ട് നോക്കിയപ്പോൾ അത് വലിയതാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ നമ്മുടെ സിൽക്ക് കേന്ദ്രയിലേക്ക് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ കംപ്ലീറ്റ് പർച്ചേസ് ചെയ്ത് എല്ലാം നല്ല സാധനങ്ങളായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ, കുറേ പേര് പറഞ്ഞു ഡിവൈൻ്റെതാണ് കൂടുതൽ ഇഷ്ടമായെന്ന്. അങ്ങനെ ഡിവൈനാണ് സീക്വൻസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ നല്ലത് എടുത്തത്. ഡിംപിൾ അങ്ങനെ അത്ര നല്ലതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഒരു സംഭവം സ്റ്റിച്ച് ചെയ്ത് കിട്ടാൻ ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ റെഡിമെയ്ഡ് എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരാം, കുഴപ്പമില്ല. അതുകൊണ്ട് എന്നാലും പോയ നിലയ്ക്ക് ഒരു മെറ്റീരിയൽ, റണ്ണിങ് മെറ്റീരിയൽ സാരിക്കുള്ളത് എടുത്തിട്ട് പോന്നു. അവിടുന്ന് നേരെ ബേബി ഓണിലേക്ക് പോയി. ബേബി ഓൺ എന്ന് പറഞ്ഞാൽ പാറവട്ടാനിയിലാണ് കേട്ടോ. അവിടെ സാധാരണ എല്ലാ സൈസിലും കിട്ടാറുണ്ട്. കുഞ്ഞ് സൈസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ കേട്ടോ. മറ്റേ ന്യൂ ബോൺ ബേബീസിൻ്റെ ഷൂസ്, പിന്നെ ഷൂ എന്നല്ലല്ലോ പറയുക, എന്താ പറയുക, ബൂട്ടീസോ, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ വൈറ്റ് പ്ലെയിൻ ഉണ്ടായിരുന്നില്ല. തോമുന് അല്ല സോറി പാച്ചുവിന് മാച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സിന്, സൂട്ടിന് മാച്ച് ചെയ്തിട്ടുള്ള വൈറ്റ് കിട്ടിയില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി. ബാക്കി എല്ലാതും കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ നമ്മൾ നേരെ പോയത് ബിസ്മിയിലേക്കാണ് കേട്ടോ. അപ്പോൾ നല്ല വിശപ്പും, പക്ഷേ കോനിക്കരയിൽ നിന്ന് അസലൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും പിറ്റേ ദിവസത്തെ ഇന്ന് രാത്രിയിലേക്കുള്ള ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അന്ന് ഓൾറെഡി ഡിംപിൾ അയില വെച്ചിട്ടുണ്ടായിരുന്നു, കൊഴുവ വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കൂർക്കുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിലേക്ക് കണക്കാക്കിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായാലും ഇതിൻ്റെ മുമ്പിൽ കൂടെ അല്ലേ പോണേന്ന് വിചാരിച്ചിട്ട് ചോറ് വെക്കണമായിരുന്നു എനിക്ക് രാത്രി വന്നിട്ട്. അപ്പോൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരേ ഗ്ലാസ് ചായ കുടിച്ചു. ഇവിടെയാണ് നമ്മളുടെ അപ്പാപ്പ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് റുമാൽ റൊട്ടി വാങ്ങി. അപ്പോൾ ഒരു പാക്കറ്റിൽ 5 എണ്ണമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഓരോന്ന് മതി, അത്യാവശ്യം വലിപ്പമുള്ളതാണ്, അത് ഓരോന്നും മതി. പിന്നെ ബാക്കി ചോറും. അപ്പോൾ മീൻ കൂട്ടാനും ഒഴിച്ച് കൂട്ടാനായിട്ട് മീൻ കൂട്ടാൻ നാളെ ചൊവ്വാഴ്ചയായ കാരണം നമ്മൾ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വെച്ചതും വറുത്തതും എന്തായാലും ഓൾറെഡി ഉണ്ട്. എന്നാൽ പിന്നെ ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് റൊട്ടിയാണ് വാങ്ങിയത് കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പള്ളിയുടെ അവിടെ നിന്ന് വന്ന് അവിടെ കിടന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഡാഡി കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി, മെഡിസിൻസ് വാങ്ങിക്കാൻ പോയി. അപ്പോൾ നമ്മുടെ പണ്ടത്തെ സുരു ബേക്കറിയാണ് കേട്ടോ അത്. സുരു ബേക്കറി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഷാഡോസ് അപ്പുറത്ത് മെയിൻ റൂട്ടിൽ നിന്നാണ് ഡാഡിയും മരുന്ന് വാങ്ങിക്കാൻ പോയത്. അതോടുകൂടിയിട്ട് അരി വാങ്ങിയിട്ട് വന്നു. അങ്ങനെ പാച്ചുദേ വാച്ചുമ്മയുള്ള കളിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി മൂപ്പർക്ക് വാച്ച്. വാച്ച് കിട്ടിയതിന് ശേഷം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ്റെ പിന്നീന്ന് പോണ്ടായിരുന്നില്ല. ഡിവൈൻ ഉമ്മം കൊടുക്കൽ, ഡിവൈൻ്റെ കൂടെ കളിക്കൽ ഭയങ്കര ബഹളമായിരുന്നു. അവനെന്തോ വലിയൊരു നിധി കിട്ടിയ പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയാണ് ചില സമയത്ത് ഒരു മിഠായി ചിലപ്പോൾ കിട്ടിയാൽ മതി, അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേസമയം ഭയങ്കര വിലയുള്ള ഒരു സാധനം കണ്ടാൽ ചിലപ്പോൾ ആ കുട്ടികൾക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാവില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ഗിഫ്റ്റ് ഈ വാച്ചായിരുന്നു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനാണെന്ന് ഈ ഡിജിറ്റൽ മാറുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനതിങ്ങനെ ഞെക്കി. അപ്പോൾ ഡിവൈൻ പറഞ്ഞു കുറച്ച് ബാറ്ററിയും കൂടി വാങ്ങി വെച്ചാൽ മതി, കാരണം അവൻ കുറച്ച് ദിവസം ഇനി അടുപ്പിച്ച് അതുമ്മയായിരിക്കും, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതേ വീടെത്തിട്ടോ. വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തോമുട്ടൻ സുഖമായിട്ട് ഉറങ്ങി. അവൻ ഇതൊന്നും അറിഞ്ഞില്ല, കാരണം അവൻ ഇന്ന് ആദ്യമായിട്ട് പോയില്ലോ, പ്ലേ സ്കൂളിൽ പോയി വന്നതിൻ്റെ ക്ഷീണത്തിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അവിടെ ഭയങ്കര കളിയും ബഹളമൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ കുട്ടി. അപ്പോൾ ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല തോമു അങ്ങനെ അവിടെ മിങ്കിൾ ചെയ്ത് പോകുന്നു. പക്ഷേ നല്ല മോനായിട്ട് അവിടെ നിന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിവിടെ ഇന്നത്തെ ദിവസം മുഴുവൻ തോമു ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാച്ചു ഡിവൈൻ്റെ പിന്നാലെയായിരുന്നു. അല്ലെങ്കിൽ എങ്ങനെ വന്നാലും തോമുവിനൊരു ചെറിയ വിഷമം. അപ്പോൾ അവൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവൻ എന്തെങ്കിലും ഒരു കുട്ടിക്കുറുമ്പ് കാണിക്കും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അവർ അവിടെ വർത്തമാനം പറഞ്ഞ് ബഹളം വയ്ക്കണ നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് കിച്ചണിൽ കൂന്തൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കൂന്തൽ വയ്ക്കാൻ നിന്നപ്പോൾ അപ്പാപ്പനും മക്കളും കൂടി ഒരു വശത്ത്, നാത്തൂനും കൂടിയിട്ട് തലയിൽ എണ്ണ ഇടാനൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോന്നു. ഡോണിനോട് ഞാൻ പറഞ്ഞു തോമുവിൻ്റെ അടുത്ത് പോയി കിടന്നോളാൻ പറഞ്ഞു, കാരണം അപ്പം മുകളിലാണ് കിടക്കണേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 സെക്ഷനായിട്ടാണ് മാറിയത്. 4 സെക്ഷനായിട്ട്. അപ്പോൾ അപ്പനും മക്കളും ഒരു വശത്ത്, ഞാൻ കിച്ചണിൽ, നാത്തൂനും എടുത്തിട്ട് ഡോൺ മുകളിൽ തോമുവിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ വേഗം കൂന്തലെടുത്ത് വെറുതെ റോസ്റ്റ് ചെയ്തു. അപ്പോൾ വേറെ ഒന്നും ചെയ്തില്ല, കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ മീനുണ്ട്,
ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇവരിതേ തലയിലത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ചാക്കോച്ചൻ സോ ബ്യൂട്ടിഫുൾ പറയുന്നു കേട്ടോ. അതുപോലെ തന്നെ കാക്കേ കൂടെ ഇവിടെയൊക്കെ പാടുമ്പോൾ ഭയങ്കര ഇഷ്ടം, ഒപ്പം പറയും. അങ്ങനെ ഡിവൈൻ പാടുമ്പോഴാണ് ദേ താഴ്ത്ത് നിന്നിട്ട് നമ്മുടെ പാച്ചു കാക്കേ എന്ന് പറയുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഡിവൈന് ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ പുലിയുടെ മാസ്ക് വെച്ചിട്ട് ചാക്കോച്ചനെ പേടിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ പാച്ചുവിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം ചാക്കോച്ചനെ കാണണം. ഭയങ്കര ഇഷ്ടമാണ്. പോയിട്ട് തലോടലും മുത്തലും കെട്ടിപ്പിടിക്കലും ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളാരും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയാവും കേട്ടോ. ഒരു ഉപദ്രവവും ഇല്ല. പക്ഷേ അവൻ ഇന്ന് പുറത്ത് പോയിട്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ ആദ്യം അന്വേഷിച്ചത് ചാക്കോച്ചനെ എവിടെയെന്നാണ്. അത്രയും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് ഭയങ്കര സമാധാനമാണ്. കാരണം ഉപദ്രവിക്കില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ തോമില്ലെങ്കിൽ ഒരു കുഞ്ഞ് ചട്ടമ്പിയായി മാറും. എല്ലാവരുടെയും എന്താ പറയുക ശ്രദ്ധ പിടിച്ച് പറ്റാൻ വേണ്ടി ഓരോന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ തുപ്പി കാണിക്കുകയാണ്. ഇപ്പോൾ താഴ്ത്തേക്ക് തുപ്പാണ്. അങ്ങനെ അത് കഴിഞ്ഞ് മൂപ്പര് പേസ്ട്രി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തോമില്ലാത്ത കാരണം ഒരനക്കമില്ല. ഒരാളായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വലിയ അനക്കം ഉണ്ടാവില്ല. ഇവർ രണ്ടാളും കൂടി കൂടുമ്പോഴാണ് കുടുംബത്തൊരു ബഹളവും ഒരു നമ്മൾ പറയില്ലേ ഇമ്പം ഉണ്ടാവുക. അവർ രണ്ടുപേരും കൂടുമ്പോഴാണ്. അങ്ങനെ ഞങ്ങളതേ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റുമാൽ റൊട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര തിന്നാണ്, ഭയങ്കര വലിപ്പമാണ്. ശരിക്കും 2 തിന്നേണ്ടി വരും കേട്ടോ. ഞങ്ങൾക്ക് ഓരോന്ന് മതി. പിന്നെ ഓരോ പിടി ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഡിവൈൻ പഠിപ്പിക്കുകയാണ് ഓരോ വാക്കുകൾ. അപ്പോൾ ശരിക്കും അവൻ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. ഡാഡി അപ്പാപ്പനൊക്കെ വിളിക്കും. അപ്പോൾ ഡാഡി എന്ന് പറയുമ്പോൾ ഡാഡി തോമു എന്ന് പറഞ്ഞു, ഓച്ചു, പിന്നെ ഇന്ന് കുറേ വാക്കുകൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ്റെ ചുണ്ടിലേക്ക് നോക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതേപോലെ തന്നെ അവൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഓരോ ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും ഓരോ മാറ്റങ്ങൾ നമ്മൾക്ക് എന്ത് തന്നെയായാലും ആ നൊയമ്പ് എടുക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ തോമു എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തോമു ഉറങ്ങുക എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ അവൻ കാണിക്കണം കേട്ടോ തോമു ഉറങ്ങുകയാണ് എന്നുള്ളത്. അങ്ങനെ എന്താ പറയുക കുറേ നേരം ഇങ്ങനെ ഓരോന്ന് പഠിപ്പിച്ച് കുറേ വാക്കുകൾ ഈ സമയം കൊണ്ട് നമ്മുടെ പാച്ചു പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഡിവൈന് സ്വതവേ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളോട് ചിരിച്ച് കളിച്ച് അവരെ കൊണ്ടിങ്ങനെ ഓരോന്ന് പറയിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം മാത്രമല്ല ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ടാവും. ഡിംപിളിനെ സംബന്ധിച്ച് അങ്ങനെ കുറേ ബഹളം വെച്ച് ചിരിച്ച് കളിച്ച് കുട്ടികളെ കളിപ്പിക്കാനായിട്ട് അറിയില്ല. അവൾ മാക്സിമം എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ പ്രൊവോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് ഒളിപ്പിച്ച് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ പേടിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക. ഇതിങ്ങനെ ഓരോ വാക്കുകൾ പറയുമ്പോൾ അവൻ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ തോമു പിന്നെ എന്താ പറയുക ഓച്ചു പാച്ചു ആദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരെയും പാച്ചു എന്ന് പറഞ്ഞത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കളറുകൾ പറഞ്ഞു തുടങ്ങി. അവൻ എല്ലാ കാര്യങ്ങളും നല്ല മിടുക്കനായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ അറിയാം എന്തുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും പാച്ചുവിനെ ഇത്രയും അധികം കെയർ ചെയ്യണേന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അവർക്ക് എല്ലാവർക്കും പാച്ചുവിനോടും അതൊരു പ്രത്യേക ഇഷ്ടമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് ഏതാണെന്നുള്ളത് ജോഷ് ടോക്ക് വഴി ഡിംപിളുടെ ജോഷ് ടോക്കിൽ അവൾ പറഞ്ഞതിന് ശേഷം കണ്ടമാനം പേര് പറയും. ഇന്ന് ഞങ്ങൾ MK അല്ല സിൽക്ക് കേന്ദ്ര അവിടെ പോയപ്പോഴതേ കണ്ടമാനം പേര് ഒരു കുട്ടി ഡിംപിളുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞു. എനിക്ക് മോളെ കാണണമെന്ന് കുറേ ആഗ്രഹിച്ചതാണ്, കണ്ടപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചിൽ വരണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ അതേ പാച്ചു അമ്മയ്ക്ക് ഗുഡ് നൈറ്റ് പറയണം കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉമ്മം കൊടുത്ത് അമ്മേനെ കയറ്റി വിടുകയാണ്. അപ്പോൾ അവൻ അമ്മ എന്നാണ് ഡിവൈനെ വിളിക്കുക. അപ്പോൾ ഗുഡ് നൈറ്റൊക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട്. കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അപ്പാപ്പനതെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. ഇവനിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ ഡോണായാലും ഡിവൈനായാലും ഡാഡിക്കായാലും ഞങ്ങൾക്കായാലൊക്കെ അവൻ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും നമ്മൾക്ക് എപ്പോഴും പുതിയ എന്താ പറയുക സന്തോഷം തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പാപ്പനും അമ്മയും കൂടിയിട്ടാണ് അവൻ്റെ കുളിപ്പിക്കൽ. കാരണം അത്രയും എന്താ പറയുക കുട്ടി കുറുമ്പ് കാണിച്ചിട്ടാണ് അവൻ്റെ കുളിയിട്ടോ. അപ്പോൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ
പട്ടി ഡിവൈനും ഇവരൊക്കെ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി ഇവരുടെ കാര്യങ്ങൾ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ കിയാന്ന് വിളിച്ചിട്ട് വന്നു. അങ്ങനെ കിയാന്ന് ഭയങ്കരമായിട്ട് വിളിച്ച്. അപ്പോൾ ഞാൻ ചോട്ടു എന്ന് പറയുമ്പോൾ അത് അവനറിയില്ല, ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ചിന്തു എന്ന് അവന് ഒട്ടും കിട്ടണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഒരാളുടെ പേര് പഠിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ കിയാ എന്നുള്ള ഉറക്കെ വിളിച്ചിട്ടാണ് കേട്ടോ അവനെൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ ഞാൻ കാണാണ്ടാണ് ഇറങ്ങുക പുറത്തേക്ക്. പക്ഷേ ഇത് എങ്ങനെയൊക്കെയോ കണ്ടിട്ട് എൻ്റെ പിന്നാലെ കൂടിയതാണ് മൂപ്പര്. പിന്നത്തേൽ വേറെ കുഴപ്പമൊന്നുമില്ല, പറഞ്ഞാൽ വേഗം അനുസരിക്കും കേട്ടോ. ഇരുട്ടായി കയറുക അകത്തേക്ക്. ഞാൻ ഇങ്ങനെ പട്ടികളുടെ അടുത്തേക്ക് ഇവരെ അധികം കൊണ്ടുവരില്ല. ഗ്രില്ലിൻ്റെ അപ്പുറത്ത് നിന്നിട്ടുള്ള കളി ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കാണാണ്ട് ഇറങ്ങി ഓടി പോകുന്നത് എൻ്റെ പിന്നാലെ. അപ്പം അങ്ങനെ ഇത് രാത്രി കുരിട്ടായി. അപ്പോൾ അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പതുക്കെ അകത്തേക്ക് കയറി. അവരുടെ പരിപാടികളൊക്കെ ഞാൻ ഇന്ന് നേരത്തോടെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പോകുമ്പോഴും അതേ പെഡിഗ്രിയും പാലൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് പോയത്. കാരണം എനിക്കറിയാൻ വരുമ്പോൾ ലേറ്റ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇവിടെയൊക്കെ ക്ലീനാക്കി. എൻ്റെ മണി പ്ലാന്റ് ഫ്രിഡ്ജിൻ്റെ മുകളിലത്തെ ഒക്കെ പോയിട്ടാ. ഇനിയിപ്പോൾ അത് രണ്ടാമത് ചെയ്യണം. അങ്ങനെ ഞാൻ 12 മണിയാവാൻ കാത്തിരിക്കുകയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന്. അതായത് ജാനുവരി 16-ാം തീയതി. അപ്പോൾ ഇന്നിപ്പോൾ 12 മണി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ജാനുവരി 16 എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ചേച്ചിയെ നന്നായിട്ട് അറിയാം. എല്ലാവരും വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ പാച്ചു കളേഴ്സ് നോക്കുകയാണ് കേട്ടോ. കളേഴ്സ് നോക്കി പറയാണ്. അപ്പോൾ മണി 12ആയി. ഞാൻ ചേച്ചിയെ വിഷ് ചെയ്ത് അപ്പാപ്പനും മോനും കിടന്നുറങ്ങി. ഡിംപിളും അതെ ചേച്ചീനെ വിഷ് ചെയ്തിട്ട് കുട്ടിയും കിടന്നുറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എൻ്റെ ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചി. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ചേച്ചിക്ക് എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചേച്ചിക്ക് വിഷ് ചെയ്യണം, ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ചേച്ചിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 5 വയസ്സിൽ പോളിയോ വന്നതാണ്. പോളിയോ വന്നിട്ട് ആദ്യം ബോഡി മൊത്തം തളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ സ്ഥലത്ത് കൊണ്ടോടിയിട്ട് അവസാനം എന്താ പറയുക, സത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എത്രയോ വർഷം അമ്മച്ചി ചേച്ചീനെയും കൊണ്ടുള്ള യാത്രയായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. തൃശ്ശൂരും അവസാനം ബാംഗ്ലൂർ പോയിട്ടാണ് ചേച്ചിക്ക് ഷൂ ഇടുന്നത്. ഷൂ ആദ്യം അരയ്ക്ക് കിഴിപ്പിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാലക്രമേണ കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് ശരിക്കും മുട്ടിൻ്റെ മുകളിൽ തൊട്ടായി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാരി ഉടുക്കാൻ പറ്റും. അങ്ങനെ കല്യാണത്തിൻ്റെ സമയത്ത് സാരിയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇത് മുകളിലേക്ക് വന്നപ്പോൾ സാരി ഉടുക്കാൻ പറ്റാണ്ടായി. അപ്പോൾ ഫുൾ പാൻസാണ് യൂസ് ചെയ്യുക. പാൻറ്റ് മാത്രമാണ് കൊച്ചിലേ തൊട്ട് കല്യാണം വരെ യൂസ് ചെയ്തിരുന്നത്. പിന്നെ വീണ്ടും കല്യാണം കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തത്. അങ്ങനെയാണ്. പിന്നെ ചേച്ചിക്ക് അതിന് ശേഷം ഇപ്പോൾ ഈ 3 വർഷത്തിലെ 2-3 പ്രാവശ്യമായിട്ട് എന്താ പറയുക, നെഞ്ചുവേദന വരികയും അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുകയൊക്കെ കഴിഞ്ഞപ്പോൾ കോവിഡും കൂടി വന്നപ്പോൾ മൂപ്പർക്ക് തീരെ പറ്റാണ്ടാണ് ഈ വീൽ ചെയർമേ ആയത് കേട്ടോ. അത് എന്നിട്ടും ആൾ കഴിഞ്ഞ മെയ് ജൂണിനാന്ന് തോന്നുന്നുണ്ട് ചേച്ചിയും അയർലൻഡിലാണ്. ഒറ്റ മോനാണ്. ഡയോണിൻ്റെ അടുത്തേക്ക് പോയി 2 മാസം അവിടെ നിന്നു. ഇത് ഞങ്ങൾ 3 പേര്. അങ്ങനെ എൻ്റെ വലിച്ചേച്ചിയും കുഞ്ചേച്ചിയും ഞാനും. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ ചേച്ചിക്ക് ഒന്നും കൂടി ഹാപ്പി ബർത്ത്ഡേ. ഇനി കുറേ വർഷം ഞാൻ ചേച്ചീനെ വിഷ് ചെയ്യാനായിട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നല്ലൊരു ദിവസം തന്നു. ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവും. രാത്രി ഞങ്ങൾ അവിടെയാണ് ഫുഡ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നാളെ ചൊവ്വാഴ്ചയാണ്. നോയമ്പെടുക്കണവർ പ്രത്യേകം ഓർക്കുക, നാളെ ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്കൊക്കെയാണ്. നാളെ ഞാൻ പറ്റിയെങ്കിൽ ബർത്ത്ഡേ ഫോട്ടോസായിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരയ്ക്ക് ബൈ.